ഞാൻ പറയല്ലോ ബിഗ് ബോസ് ടാഗ്ലൈൻ മാറ്റിക്കോ. വെറും ഡാഷ് ഇട്ടാൽ മതി. പണി എന്ന് പറഞ്ഞാൽ ബാക്കി ആൾക്കാർ നാട്ടുകാർ മുഴുവൻ ഫില്ല് ചെയ്ത് തരും. എന്താണ്, എന്തിന്റെ പണിയാണ് ഇത്, എന്താണിത്? അല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? എല്ലാ ദിവസവും ഇതേപോലത്തെ ഓരോ കേസുകളായിട്ട് ഇങ്ങനെ വരും ബിഗ് ബോസ്. ഞാൻ ചോദിക്കട്ടെ, ഈ കണ്ടസ്റ്റൻസിന് ശരിക്കും പറഞ്ഞാൽ മറ്റു രണ്ടൊന്നും കാര്യങ്ങൾ ഇങ്ങനെ പൊക്കി വന്നപ്പോൾ തന്നെ ബിഗ് ബോസ് ശരിക്കും ഒരു നല്ല പണിഷ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ ഈ സംഭവങ്ങൾ ഇപ്പൊ അവർ കൊണ്ടുവരുമായിരുന്നോ? ഇപ്പൊ അവര് ചെയ്യുന്ന എന്താ അറിയോ? അവർക്ക് കളിക്കാൻ വയ്യ, ഇതാണ് എളുപ്പം. ഒരു അലിഗേഷൻ ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവിടെ. ആര്യൻ എന്ത് പറഞ്ഞാലും ആര്യന്റെ വിലക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അറിയാം എല്ലാവർക്കും. അപ്പൊ എന്ത് പറഞ്ഞാലും ആൾക്കാർ നെഗറ്റീവായിട്ടേ ചിന്തിക്കൂ. അങ്ങനത്തെ ഒരാളാണ് ആര്യൻ. അപ്പൊ അത് യൂസ് ചെയ്ത് കളിക്കാം എന്ന് റെനയും വിചാരിച്ചു. റെന പോയിട്ട് ചെയ്ത് റെനയുടെ കൂടി മിസ്റ്റേക്ക് അല്ലേ? ആണ്, റെനയുടെ കൂടി മിസ്റ്റേക്ക് ആണ്. അപ്പം അവിടെ റെനയ്ക്ക് അന്നേരം തന്നെ റിയാക്ട് ചെയ്യായിരുന്നല്ലോ. എന്താ നീ കാണിച്ചത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് തീർക്കേണ്ട, ഒരു ബാക്കി തീർക്കേണ്ട കാര്യങ്ങൾ ഇത്ര വഷളാക്കിയത് എന്തിനാണ്? അതുകൊണ്ട് റെനയ്ക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒരു ഉപകാരവും ഇല്ല. റെനയ്ക്കും ഇല്ല, ഈ പറഞ്ഞ ആര്യനും ഇല്ല. റെന വിചാരിക്കുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും കിട്ടുമെന്നാണ്. ഇല്ല, ഇതിനൊക്കെ പിന്നിലുണ്ടല്ലോ ബിന്നിയാണ്. ബിന്നിക്ക് ഒരു പരിപാടി ഇല്ല. മിക്കവാറും ലാലേട്ടൻ ബിന്നിനെ പൊക്കും ഉറപ്പാണ്. അത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. റെനനെ മാനിപ്പുലേറ്റ് ചെയ്ത ഒരേ ഒരു വ്യക്തി ബിന്നിയാണ്. ഓക്കെ, അവിടെ റെനയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അനുവിനെ ഞാൻ പറയും. അനു അവിടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ആര്യൻ അഗെയിൻസ്റ്റ് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ മിടുക്കികളായിട്ട് കുറെ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ. പറയാതിരിക്കാൻ പറ്റില്ല. കുറെ പേര് ഒന്നും അറിയാതെ ആര്യൻ അങ്ങനെയാണ്. അനുവിന്റെ ഒക്കെ ഇന്നത്തെ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു വിളിച്ച ആളാണ് കേട്ടോ. ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം അനു കളയാറില്ല. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് അനുവിന്റെ വകയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിലൊക്കെ ഞാനൊരു കാര്യം പറയാലോ, രണ്ടെണ്ണത്തിനും ബോധമില്ല. ഒന്ന് 19 വയസ്സുകാരി, ഒന്ന് 23 വയസ്സുകാരി. ഓക്കെ, ആര്യന്റെ സ്വഭാവം ഓൾറെഡി അറിയാം. എന്നെയും ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു സോറി പറഞ്ഞ, അല്ലെങ്കിൽ അത് ഞാൻ അങ്ങനെ അല്ലാട്ടോ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് തീർക്കാവുന്ന ഒരു സംഭവമായിരുന്നു. അതിന്ന് നീ മസ്താനി കളിക്കുവാണോ, അത് കളിക്കുവാണോ എന്ന് ചോദിച്ച് വഷളാക്കാൻ ഒരാളും, അത് കേട്ട് മോങ്ങി അത് വലിയ സംഭവമാക്കി എന്തോ ആക്കാൻ ശ്രമിച്ച റെനയും. എന്നിട്ട് രണ്ടുപേരും നെഗറ്റീവ് ആവും. രണ്ടുപേരും നെഗറ്റീവാണ്. ആരാണ് പോസിറ്റീവ് അതിൽ? രണ്ടുപേർക്കും നല്ലതായിട്ട് നെഗറ്റീവായിട്ട് അത് ബാധിക്കും. ഇനി ഇവരൊക്കെ ഗെയിം കളിക്കാൻ വന്നാണെങ്കിൽ ഗെയിം കളിക്കണേ, അതിന് കുറച്ച് പണി എടുക്കണം അല്ലേ? പറ്റൂല അവർക്ക്. അതാണ്, നന്നായിട്ടുണ്ട്.